ഹലോ ഗൈസ്, GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ അത്ര നല്ല മൂഡിലല്ല ഗൈസ്. സാധാരണ നമ്മൾ രാവിലെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റു. കാരണം നമ്മൾ എണീറ്റല്ല ഗൈസ്, നമ്മുടെ സിറ്റിയിലെന്തോ അലാറം മുഴങ്ങണം കണ്ടു ഗൈസ്. അപ്പോൾ നമ്മൾ എണീറ്റ് നോക്കിയപ്പോൾ ന്യൂസ് വെച്ച് നോക്കിയാൽ എന്താ ചെയ്യുന്നത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, വില്ലേജിൽ എന്തോ ലാബ് പൊട്ടിയിട്ട് സോംബി ഗ്യാസ് എന്തോ പൊട്ടിയെന്നാണ് അവർ പറഞ്ഞ ന്യൂസിൽ. അപ്പോൾ നമ്മൾ ഇന്ന് സോംബി വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. ചോപ്പം ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ തൊട്ട് നമ്മുടെ സയൻറ്റിസ്റ്റുമാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സോംബിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആൻറ്റി ഗ്യാസ് എന്തോ ഉണ്ടാക്കണമെന്നാണ് പറയണത്. പക്ഷെ അതിപ്പോൾ ഉണ്ടാക്കി എത്ര നേരം പിടിക്കുമെന്ന് അറിയില്ല. ന്യൂസിൽ പറഞ്ഞാൽ വൈകുന്നേരം വരെ എടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ അതുവരെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു ആയുധം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ എന്തോ ഗ്യാസിനൊക്കെ പ്രതിരോധിക്കാനുള്ള, പക്ഷേ ഇത് വെച്ച് കാര്യമില്ലാന്ന് തോന്നുന്നു ഗൈസ്. കാരണം 20 ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ നിൽക്കാൻ അറിഞ്ഞൂടാ. പിന്നെ ജനങ്ങൾക്ക് എക്സ്ട്രാ എന്തോ ഗണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ സോംബി ആയ ആൾക്കാരാകുമ്പോൾ അങ്ങനെ കൊല്ലണം കേട്ടോ. അവരെ കൊല്ലാണ്ട് വേറെ വഴിയില്ല, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കൂടി ഇൻഫെക്റ്റ് ആക്കും. നമ്മൾ അവരെ ഇന്ന് പ്രതിരോധിക്കാനാണ് ഗൈസ് പോണത്. അപ്പോൾ ഇത് വില്ലേജിൽ പൊട്ടിയോണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ മുഴുവൻ സോംബി ആയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ആ ലാബ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള നിറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് പടർന്ന പിന്നെ മൊത്തം സീനോട്ടോ. പിന്നെ സയൻറ്റിസ്റ്റിലേക്കൊക്കെ വന്നാൽ പിന്നെ നമ്മുടെ ലോകം തന്നെ പൂട്ട ഗൈസ്. എന്ത് കാറൊക്കെ ഇടിച്ച് കിടക്കണേ ഗൈസ്. ആൾക്കാർ സോംബിനെ മേടിച്ച് നാട് വിടാണ്. അയ്യോ, ഞാൻ സോംബിയില്ല ജയിച്ചോ. അവരെ കൊണ്ട് ഭയങ്കര ശല്യമുണ്ട് ഗൈസ്. ജനങ്ങൾക്ക് ഇത് തോക്ക് കൊടുത്തോണ്ട് തന്നെ കണ്ണി കാണാനൊക്കെ അവർ വെടി വെച്ചുകൊണ്ട് കാണട്ടെ. എന്താ സീനെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെ വില്ലേജിൻ്റെ അടുത്തേക്ക് പോകാൻ പോകണ്ട ഗൈസ്. അതിൽ സിറ്റിയിലേക്ക് വന്ന സീനാവും. അയ്യോ, ഇവരാണെങ്കിൽ ഗൈസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് നിൽക്കണ്ട ഗൈസ്. ഇതാ വണ്ടികളൊക്കെ നാട് വിടാൻ പോകും ആൾക്കാർ. നമ്മൾ ഈ വഴിയാണ് സിറ്റിയിലേക്ക് കാട്ടണത് കേട്ടോ. നമുക്ക് ഇവിടെ നമ്മൾ പ്രതിരോധിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് പാട്ടും കൂടി വരുന്നത് ഗൈസ്. നമ്മുടെ കയ്യിൽ നമ്മളെ ഫ്രാങ്ക്ലിനായോണ്ട് നമ്മൾ കുറച്ച് പൈസ വയ്ക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് തോക്കൊക്കെ നമ്മൾ സെറ്റാക്കി കേട്ടോ. എനിക്ക് പുറത്തേക്ക് പോയല്ലേ. ആൾക്കാരെ ഇത് കൺട്രോളില്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മൊത്തം സീനായിട്ട് നിൽക്കുക. അയ്യോ, മൊത്തം സീനായിട്ട്. നമുക്ക് അവിടെ പോയിട്ടുള്ള അവസ്ഥ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഗൈസ് നമ്മൾ ഒറ്റയ്ക്കാണ് പോണത്, ടീമായിട്ടല്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് എഫക്റ്റ് അയക്കണത്. അയ്യോ, ആൾക്കാരെ കൊണ്ട് കത്തിച്ചു വിടുന്നു. നാടുകളുള്ള പരിപാടിയൊന്നും തോന്നുന്നു. ഇവിടെ അറ്റത്തെന്താ, അറ്റത്തൊക്കെ വണ്ടി റിവേഴ്സ് എടുക്കട്ടെ. അറ്റത്തെ ഇതൊക്കെ സൈഡിലൊക്കെ ഗൈസ് ആൾക്കാർ വട്ടായി. ഇവരൊക്കെ സോംബി എഫക്റ്റ് ചെയ്തിട്ടാ. അയ്യോ, ഇതാ ഇവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരണേ. വെടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെടിച്ചു വരണേ. ഫുൾ ചുറ്റും സോംബീസാണ് കേട്ടോ. ഇവിടെ ഡേഞ്ചർ ഏരിയ. ഇവിടെ ഇവരെ വെടി വെച്ചിട്ടല്ലേ ഗൈസ്. ഇവർ വെടി വെച്ചിട്ട് വണ്ടി എടുക്കും. പുറകെ ഓടി വരില്ല ഗൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവരെന്തുകൊണ്ട് ഓടണമെന്ന് വെച്ചാൽ ഇവർ ഹാഫായിട്ടാണ് എഫക്റ്റ് ആയിക്കണേ. ഫുൾ എഫക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അവർ നമ്മൾ രക്ഷിക്കുന്ന വെച്ചിട്ടാണ് വന്നേക്കണേ. ഹാഫ് എഫക്റ്റ് ആയാൽ മതി ഗൈസ്. ഫുൾ എഫക്റ്റ് ആവാൻ കുറച്ച് നേരം കൂടി മതി. അതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മുടെ കാർമ കയറാൻ നോക്കുന്നു. നമ്മളും കൂടി എഫക്റ്റ് ആയി തീർന്നു കളി. അയ്യോ, ഇവർ ഭയങ്കര സീനാണ്. എന്തോരാൾക്കാർ ഗൈസ്. കൂടിപ്പോയാൽ അവിടെ 20 എണ്ണം ഉണ്ടാവും കേട്ടോ. അയ്യോ, ഇതോ അറ്റത്ത് നോക്ക്. നമ്മളെ സൈഡിലും അറ്റത്തും പുറകിലും എല്ലായിടത്തും ഉണ്ടല്ലോ ഗൈസ്. ഇവരെ കണ്ട എനിക്കങ്ങനെ വെടി വെച്ചിങ്ങനെ തോന്നില്ല. പാവങ്ങളാണ് കേട്ടോ. പറഞ്ഞിട്ടല്ല, അവർ കടിച്ചവനെല്ലാം തീർന്നു. അയ്യോ, വണ്ടി ഇടിച്ചിട്ടൊന്നും ചാവണില്ല. നോക്കിയേ, ആ ചേച്ചി എനിക്ക് വരുന്നു. ഓടി വരണ്ട ഗൈസ്. അവന് ഇടിച്ചിടേണ്ട വേറെ വഴിയില്ല. ഇവരൊക്കെ ഹാഫായിട്ടാണ് എഫക്റ്റ് ആയിക്കണത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഇവരെ വെടി വെച്ചിട്ട് എത്ര വെടിവെച്ചും കാര്യമില്ല. ഒരു കാര്യമില്ല വെടിവെച്ചിട്ട്. തലേമയ്ക്കാണ് ഓടിക്കേണ്ടത്. തലേമയ്ക്ക് ഓടിക്കേണ്ടത്. അയ്യോ ടമ്മോ, ഇവരെ കൊണ്ട് ഭയങ്കര ഇതാണ്. എത്ര പേര് നമ്മൾ വെടിച്ചു. നമ്മുടെ തോക്കിലും ഉണ്ടയില്ലേ.
അതതിനും വലിയ സീൻ. ഇവർക്ക് വെടി വയ്ക്കണമെന്ന് എഫക്റ്റ് ആവണില്ല. ഇവരുടെ ശരീരത്തിൽ വേദന എന്ന് പറഞ്ഞ സാധനം ഇല്ല ഗൈസ്, ഒട്ടുമില്ല. എന്തോരാൾക്കാരാണ് ഗൈസ്. എൻ്റെ അമ്മ ഇന്ന് കടിച്ചു പിടിച്ചിക്കണ. ഇത് പക്ക സീനാട്ടാ. നമ്മുടെ വണ്ടിയുമൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടേക്കണു. ഗൈസ് ഇവരൊക്കെ ഇവിടുന്ന വരണേ. ഇവിടെ ഇത്ര ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് പക്ക സീനാട്ടാ. നമ്മുടെ തോക്കിൻ്റെ ഉണ്ടേൻ്റെ കയറി. അതതിനും വലിയ പണി വളർന്ന കാര്യം. നമുക്ക് ഒറ്റ വഴിയല്ലോ, ഇടിച്ചിട്ട് എങ്ങനെയെങ്കിലും പരത്തിയിടാം. അവിടെ ഇടിച്ചിട്ട് കാര്യം നോക്കട്ടെ. എൻ്റെ അമ്മ ഇടിച്ചിട്ടും കാര്യമില്ല. ഇവരിടിച്ച എല്ലൊക്കെ പൊട്ടിയിരിക്കുക. തോക്ക് 500 സംതിങ് ഉണ്ട്, 600 എത്ര സംതിങ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഒറ്റ വഴിയുള്ള എല്ലാത്തിനും ഒരുമിച്ച് പൊട്ടിക്കാൻ. ഞാൻ തപ്പി സാധനം അവിടെ ഇതിൻ്റെ കുളത്തിലാണ് തോന്നുന്നു. ഇത് വെച്ച് വെടി വെച്ച് നോക്കട്ടെ. ഇത് വെച്ച് വെടി വെച്ച് വലിയ എഫക്റ്റ് ഇല്ല ഗൈസ്. ഗവൺമെൻറ് എന്തുണ്ടേ തന്നേക്കണേ. ഇത് വെച്ച് വെടി വെച്ച് ഒരു കാര്യമില്ല ഗൈസ്. ഇല്ല, അവർ ചത്തു തോന്നുന്നു. ഇതെന്ത് വിസയിലത് എനിക്കോ ഇത് മറ്റേ വിഷുവിന് അമ്മിട്ട് പൊട്ടിക്കണത് തന്നെ. വിസയിൽ അവിടെ ഇതാണ് സാധനം. ലേസർ വെച്ച് പൊട്ടിച്ച് നോക്കിയാലോ. ലേസർ വെച്ചിട്ടാണെങ്കിൽ ഇവിടുന്ന് വെച്ചിട്ട് കൊള്ളണമില്ല കേട്ടോ. ലേസർ അത്ര ദൂരത്തേക്ക് പോകണമില്ല. എൻ്റെ അമ്മ ഇത് മൊത്തം സീനാ. വിസയിലാണ് ഞാൻ തപ്പണ. ആ സാധനം കാണാമല്ലോ ഇവിടുന്ന്. ഇതാണ് RPG തന്നെ. ഇത് വെച്ച് പൊട്ടിച്ച് നോക്കട്ടെ. ഇത് നല്ല സ്കോപ്പ് ഉണ്ട്. തെറിച്ചു പോയി. ചാവടേ മീസ്. ഇവർ തെറിച്ചു പോകണ മുന്നിക്ക് വേണ്ട തീയ മീസ്. ഇവർ തെറിച്ചു പോകണല്ലോ. അവർ കത്തുണ്ട് കേട്ടോ, കത്തി പോകണ്ട്. ആൾക്കാർ വരെ നോക്ക്. കാണുമ്പോൾ തന്നെ വിഷമാ. അയ്യോ, അവൻ്റെ മേത്തനുണ്ട്. ഇതുകൊണ്ട് വെടി വയ്ക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും ചാവുണ്ട് കേട്ടോ. അവർ കത്തി പോണാണ്. കത്തി ഇല്ലാണ്ടാവുക മണ്ണിൽ തന്നെ. ഇല്ലാണ്ട് അവർ ചാവണമെന്നല്ല. ഒരാളും കൂടി ഉണ്ട്. ഒരൊറ്റ ആളായാൽ മതി ഗൈസ്, നമ്മുടെ ഈ ലോകം മുഴുവനും സോംബി ആവാൻ. ഇനി ആരെങ്കിലും ഉണ്ടാവും. ഞാൻ കാറിൻ്റെ അവിടെ ഒക്കെ ആൾക്കാർ. ഇത് മൊത്തം സീനാ. ഈ വിസയിലാകെ 10 കൂടിയുള്ളൂ. മറ്റേത് കുറച്ചും കൂടി എങ്ങാണ്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഇനി ആകെയുള്ള തോക്കിലായിട്ട് ഉണ്ട വെടിയൊക്കെ അറിയാത്ത ഞാനും ബെസ്റ്റ് ഉണ്ട്. അയ്യോ, ഇവിടെ ഏതോ ലാബ് പൊട്ടുന്നത്. ഈ രാത്രിയിലൊക്കെ ഒരു ലാബ് തുറക്കേണ്ട വലിയ കാര്യമുണ്ട്. അവര് എത്ര നേരം എടുക്കുന്നു ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അവൻ മറ്റേ സാധനം കണ്ടുപിടിക്കാൻ ആൻറ്റി ഗ്യാസ് എന്തോ അതിൻ്റെ പേര് പറഞ്ഞിട്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആൾക്കാർ വന്നുകൊണ്ട് കണ്ട ഇവിടുത്തെ ഈ വില്ലേജിലെല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഒരാൾ വരുന്നവൻ്റെ തലേൻ്റെ പേര് കൂടെ കയറ്റാം. അതങ്ങനെ ഓരോ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓരോ ഊലാമല തിരിഞ്ഞു വരും. ഓൻ്റെ തലയ്ക്ക് കൊള്ളിക്കാൻ നോക്കണം. എനിക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് കൊണ്ടു. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഒറ്റ വണ്ടി കയറിയ ആള് വെടിയാവും. ഇത് എത്ര കയറിയാലും ചാവില്ല കേട്ടോ. എൻ്റെ അമ്മ, ഇതൊക്കെ ഇവിടുന്ന വരണേ. ഇത് ഇവിടുന്നാണ് വരണത്. ഇത്ര ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് മൊത്തം പണിയാ. എത്ര സ്പീഡിൽ നമ്മൾ ഇടിച്ചേ. ഇത്ര ഇടി കിട്ടിയിട്ടൊന്നും ഇവർക്ക് ഒരു കൂസലും ഇല്ല. നോക്കിയാൽ നമ്മൾ എൻ്റെ മേൽക്കൂടെ ടയറടക്കം കയറ്റി. ഇതിങ്ങോട്ട് ബോധമില്ലാണ്ട് നടക്കണേ. ഇവരുടെ കാലും കയ്യൊക്കെ ഒടിഞ്ഞിട്ടാണ് നടക്കണേ. ഇവൻ്റെ മേത്തൊക്കെ എത്ര വട്ടം നമ്മൾ വണ്ടി കയറ്റണേ. നോക്കി ആൾക്കാർ ചത്തിളക്കണം നോക്ക്.
കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഗൈസ്, മറ്റുള്ളവരെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തണമെന്ന് വെച്ചിട്ടാണ്. നമുക്ക് വിസയിലൂടെ തന്നെ രക്ഷയുള്ളൂ. ഒരുത്ത ഓടി വരുന്നു, ഇവനൊക്കെ ഹാഫായിട്ടാണ് എഫക്റ്റ് ആയിക്കണം. ഇവന് മേത്ത് കൊണ്ടില്ലേ, ഇപ്പോൾ കൊണ്ടുണ്ടാവും. കറക്റ്റ് അവൻ്റെ മേത്തുണ്ട്. കത്തില്ലാണ്ടായി. സത്യം പറഞ്ഞാൽ മൊത്തം പണിയാണ്. ഇവരെ കൊല്ലാന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇവിടെയൊക്കെ തീയിട്ടിട്ടാ കൊല്ലാണ്. മറ്റേ ഫയറിൻ്റെ സാധനം ഉണ്ടെങ്കിൽ നന്നായിന്. എന്നിട്ട് അതുമില്ല. നമ്മുടെ വണ്ടിയിൽ പുറകിലേ കുറച്ച് തോക്കുള്ളതുകൊണ്ട് അത്ര സീൻ ഉണ്ടായിട്ടില്ല ഗൈസ്. പുറകിൽ അയ്യോ RPG കഴിഞ്ഞു. തോക്കൊണ്ട് തന്നെ വേണ്ടിയിട്ട് കൊല്ലാം. RPG കഴിഞ്ഞിരിക്കാണ്ട. ഇവരെവിടുന്ന വരുന്നേ? അവിടുന്നൊക്കെ വരുന്നു. RPG ഇല്ല, ഉണ്ട തീർന്നു. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വേഷത്തിൽ പോയി അവർക്ക് അടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു വേഷം ഒപ്പിക്കണം. സ്യൂട്ടങ്ങാണ്ട് ഒപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവരെ പ്രതിരോധിക്കാൻ പറ്റില്ല. ആ സ്യൂട്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിട്ടണമെന്ന് പറയാൻ പാസും ID ഒക്കെ വേണം. ഇതിപ്പോൾ എവിടുന്നാ കിട്ടുക? സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടുപോയി. അയ്യോ അവൻ്റെ മേലിൽ കൂടെ കയറി ഇങ്ങോട്ട് വന്ന് എനിക്ക് വന്നാ. അവനെ നമ്മൾ ബ്രെഡിൽ തേച്ച പോലെ റോട്ടിൽ തേച്ചതിൻ്റെ പാടുണ്ട്. എന്നിട്ട് അവൻ എനിക്ക് വന്നു. അപ്പോൾ അവരെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഫാനില്ല. ഇതൊന്ന് ഒച്ച കേൾക്കണം. ആരും ഓടി വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ, നമ്മുടെ ജനാലിൽ പൊട്ടിണ്ട് കേട്ടോ. എനിക്ക് വണ്ടി പെട്ടു. തിരി ഇവര് നമ്മളെ കടിച്ച് ഞങ്ങൾക്ക് അറിയാലോ. സത്യം പറഞ്ഞാൽ എനിക്കെന്തോ കയ്യിൻ്റെ അവിടെ വാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒരു സ്യൂട്ട് ഒപ്പിക്കട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോകണം. ഓക്കെ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്യൂട്ട് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സൈഡിലൊരു സിലിണ്ടർ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അവരെ പ്രതിരോധിക്കാനാണ്. ഇത് ഇട്ടപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കയ്യിൻ്റെ അവിടെ എന്തോ വാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിറച്ച് സോംബി. അയ്യോ, അവിടെ കേട്ടാ പോലീസ് വരില്ലേ? പോലീസുകാർക്കാണെങ്കിൽ അതിനും പേടിയിട്ടാ. എന്തോ പോലീസുകാരാണ് ഗൈസ്, പേടിത്തൊണ്ടന്മാർ. നമ്മൾ പിന്നെ ജനത്തിനെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ഇവർ ഇടിച്ചിടുന്നതിന് വിഷമമുണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടു. ഇവർ തീരുന്നില്ല കേട്ടോ. ഇവർ ഓരോരുത്തരെ പോയി കടിച്ചുകൊണ്ട് നിൽക്കുക. ഇവർക്ക് നമുക്കൊരു ആപ്പിൾ കൊടുത്താലൊക്കെ അടിക്കാൻ. മറ്റുള്ളവരെ ഇഷ്ടപ്പെടും. വെള്ളം അടിച്ച് ചാവോ? പക്ഷെ വെള്ളം ഫയർഫോഴ്സിനായിട്ട് അതും കിട്ടിയില്ല. അവരും പേടിത്തോണ്ടമ്മ. നമുക്ക് സത്യം പറഞ്ഞ തല ഇറങ്ങണ പോലെയുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. സ്റ്റിയറിംഗ് ഒന്നും കാണാനില്ലല്ലോ. തല ഇറങ്ങണു എനിക്ക്. കയ്യിൻ്റെ അവിടെ എന്തോ വാൻ എടുക്കുന്നുണ്ട് കേട്ടോ. തല ഇറങ്ങണു. ഗൈസ്, ഫ്രാങ്ക്ലിനെ സോംബി പിടിച്ചു കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കയ്യിൻ്റെ അവിടെ എന്തോ കടിച്ചിട്ടുണ്ട്. നമ്മളെ ഫ്രാങ്ക്ലിനെ സോംബി പിടിച്ചു. ഇനി നമ്മുടെ സിറ്റീനെ രക്ഷിക്കാൻ ഒരാളെ കൊണ്ടാണ് ടൈസ് പറ്റുള്ളൂ. സിറ്റിയിൽ ധൈര്യമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മൈക്കിളിനെക്കാട്ടിലും ഫ്രാങ്ക്ലിനെക്കാട്ടിലും ബെറ്ററായ ഒരാളാണ് ഗൈസ്. അതാണ് ട്രെവർ ഫിലിപ്സ്. അപ്പം നമുക്ക് ട്രെവറായിട്ട് ക്യാരക്ടറായിട്ട് രക്ഷിക്കാം. ഓക്കെ, നമ്മൾ ട്രെവറായിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ മാപ്പ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇപ്പോൾ കിട്ടിയ ന്യൂസിൽ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഗൈസ്, അവർ ആൻറ്റി ഗ്യാസ് തയ്യാറായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പം ഇനി അത് അവർ എത്ര വിസയിലെങ്ങാണ്ട് ഇട്ടിട്ടാണ് അതിനെ അവർ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ചെന്നുകൊണ്ട് നിൽക്കുകയാണ്. സോംബി എഫക്റ്റ് ചെയ്ത ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഏരിയ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടുത്തെ സോംബീസ് കുറച്ചും കൂടി ദൂരം കൂടി ട്രാവൽ ചെയ്ത സിറ്റിയിലേക്ക് എത്തും. പിന്നെ അവരും കൂടി പോയാൽ പിന്നെ നമുക്ക് രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ സിറ്റിയിലേക്ക് എഫക്റ്റായ പിന്നെ പോലീസും സയൻറ്റിസ്റ്റും പൈലറ്റും എല്ലാം തകർന്നടിയൂട്ടോ ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് എഫക്റ്റ് ചെയ്തേക്കണത്. അപ്പോൾ അവർ എയർപോർട്ടിൽ എത്തി എന്നുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആൻറ്റിവെനം കൂടി നമുക്ക് പുറത്തേക്ക് വിട്ടാൽ ഇവരുടെ ആൾക്കാരെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ റിക്കവർ ആയിക്കോളും.
അത് പിന്നെ ഇവിടേക്ക് വരെ അത്ര ടൈമൊന്നും എടുക്കില്ല. ഇവിടെ കാറൊക്കെ കിടക്കുന്നുണ്ട്. തോക്ക് കയ്യിൽ വെക്കണമല്ല കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞിട്ട് നല്ല പേടിയുണ്ട്. ഫ്രാങ്ക്ലിന് പറ്റിയ പോലെ ഇതായിരുന്നു. ട്രെവറിന് ഉന്നുള്ളതുകൊണ്ട് അങ്ങനെ സീനില്ല കേട്ടോ. ചാവ്. പക്ക ഹെഡാ. ഫ്രാങ്ക്ലിന് പറ്റിയ പോലെ ട്രെവറിന് പറ്റിയ പിന്നെ മൈക്കിളിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. മൈക്കിളിന് ഭയങ്കര പേടിയുള്ള ആളാണ്. മൊത്തം സീനുകൾ. ഇവിടെ ആംബുലൻസിൽ രക്ഷിക്കാൻ ആൾക്കാർ വരെ സോംബിയായി. ആംബുലൻസുകാർ മണ്ടന്മാരാണ് കേട്ടോ. അവർ സോംബി എന്ന് വെച്ചാൽ അവരെ പേഷ്യൻസിനെ കുറഞ്ഞ് ഓടി വന്നതാണ്. അപ്പോൾ അവരും സോംബി. ഈ വീണെടുക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ എണീക്കും കേട്ടോ. പക്ഷെ അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫ്രാങ്ക്ലിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ്. ഫ്രാങ്ക്ലിന് ഒന്നും പറ്റാണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കട്ടെ. ഇവിടൊക്കെ മൊത്തം സീന. ആ മലേൻ്റെ സൈഡിലെങ്ങാണ്ടായിട്ട് ലാബ്. ഇവിടെ മൊത്തം സീനാക്കിട്ടാ. ഇതാ അടുത്ത നമുക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ഒറ്റേക്കണ സാധനം എടുക്കുക. റേഡിയോ തോക്കല്ല നമുക്ക് വേണ്ടേ. ഇവരൊറ്റ സ്ഥലത്തിട്ട് പൊട്ടിക്കാൻ നമുക്ക് ഓരോ സാധനം വേണ്ട. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. നമുക്കൊരു സാധനം എടുക്കാം കേട്ടോ. അതായത് തപ്പട്ടെ. ഇവർ പുറകെ കൂടെ വരുന്നുണ്ട്. സ്റ്റിക്കി ബോംബ്. ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റിക്കി ബോംബ് പത്തഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഇവരവിടെ തകർന്നടിയെന്നാണ് എനിക്ക് തോന്നുന്നു. സ്റ്റിക്കി ബോംബ് എറിഞ്ഞ് പൊട്ടിച്ച് അവരെ കുറച്ച് നേരത്തേക്ക് നടുത്ത് കിടത്താൻ പറ്റും. ഒരുത്ത് രണ്ടെണ്ണം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് എറിഞ്ഞ് പൊട്ടിക്കാൻ പോവാ. പൊട്ടിച്ചോ? ബട്ടൺ മാറിപ്പോയിട്ടോ. പൊട്ടി. ഒരു തീ പിടിച്ചവിടെ വീണ്ടിട്ട് രണ്ടെണ്ണം അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിറച്ച ആൾക്കാരും കൂടി ഉണ്ട്. ഇവിടുന്ന് എറിഞ്ഞാൽ കൊള്ളും അങ്ങോട്ട്. ഇവിടുന്ന് എറിഞ്ഞാൽ ഇവരെവിടെ നോക്കിയ ഫോണാണ്. എല്ലാ സൈഡിലേക്ക് ഇടുന്നുണ്ട്. വടക്കിങ്ങനെ എത്തിയ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഈ 2 മിനിറ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ലതാണ് കേട്ടോ. അയ്യോ മൊത്തം പെട്ടു. ഇതാ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഒരു ഇതില്ലാണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് വരണേ. പരസ്പരം കടിച്ച പോലെ അവർക്ക് വണ്ടി വരെ ഇടിച്ചു നിന്നു വരെ തൊട്ടിട്ട്. ഇവിടെ മുഴുവൻ ഇട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഇവിടെ ഒക്കെ നിറച്ചിട് എറിഞ്ഞ് എറിഞ്ഞിട്ട് നമ്മൾ പോണ്. എങ്ങോട്ട് ആംബുലൻസിൻ്റെ അവിടെ ഇടാം. നമ്മൾ പൊട്ടിക്കാൻ പോകട്ടെ. അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുക. അവരുടെ മേത്ത് തീ പിടിച്ചു പറഞ്ഞ കാര്യമില്ല കേട്ടോ. അവർക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. നമുക്കൊക്കെ അവരെ പൊട്ടിയിട്ടും ആ റോട്ടിലൊക്കെ നോക്കി നിറച്ച ആൾക്കാർ ഫുള്ള് സോമ്പിയിട്ടാണ് കേട്ടോ. ഇതാ ഇപ്പം കറക്റ്റ് 2 മിനിറ്റും കൂടി ഉള്ളോ. അതിപ്പോൾ പൊട്ടി തീർന്നായിട്ട് എനിക്ക് വരെ നോക്കിയവര് അവരെ ഒരു എഫക്റ്റും ഇല്ല കേട്ടോ. സ്റ്റിക്കി ബോംബ് പറഞ്ഞിട്ട്. പക്ഷെ ഇവരെ എങ്ങനെയും താഴെ കിടത്താണ് ഒറ്റ വഴി. വണ്ടി തീ പിടിച്ചു. ഇതുകൊണ്ട് ഇവിടെ വല്ല തടാകം ഉണ്ട് അതുമില്ലേ. വണ്ടി തീ പിടിച്ചു. പക്ഷേ ഇത് അകത്തേക്ക് കയറില്ല. പുറത്ത് മെറ്റലേ കൊണ്ട് അതുമേ തീ പിടിച്ചത്. അകത്ത് തീ പിടിക്കാൻ ഭാഗ്യം. ഇത് ഓടിക്കുമ്പോൾ കാറ്റുകൊണ്ട് തന്നെ അണഞ്ഞോളൂ കേട്ടോ. വണ്ടി താഴെ. ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാർ സോമ്പി പിടിച്ച് വന്നേക്കേ. ഞാൻ ആകെ കുറച്ച് പേർക്ക് എഫക്റ്റ് ചെയ്യുന്ന വെച്ചുള്ളൂ. പക്ഷെ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും, അതായത് വയസ്സന്മാരും പാവങ്ങളൊക്കെ ചെറിയ കുട്ടികളടക്കം സോമ്പിയായി. ഇവിടെ അങ്ങനെ കടകളുടെ അകത്തൊന്നും ആരുമില്ല കേട്ടോ. അനി പാളിക്കൊണ്ട് 1 മിനിറ്റ് 1.25 മിനിറ്റും കൂടെ ആട്ടോ. അതുവരെ നമ്മൾ പിടിച്ചിരിക്കണം. സോമ്പിന്റെ അളവ് കൂടിക്കൊണ്ട് ഇവിടെ എല്ലായിടത്തും സോംബികളാ. ഇവിടെ അടുത്തെന്തോ തടാകം ഉണ്ട് കേട്ടോ. അവിടെ പോയി നിന്ന് സോംബീസ് വരില്ലേ. കാരണം സോംബീസിന് വെള്ളം എന്ന് പറഞ്ഞ സാധനം അലർജിയാ. അയ്യോ ഇതൊക്കെ എനിക്ക് വരെ നോക്കിയേ. ഇത് ഭയങ്കര പണിയാണ്. നമുക്ക് വെള്ളത്തിൻ്റെ അവിടെ അങ്ങനെ ചെല്ലാട്ടോ. വണ്ടീനൊന്ന് വെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു വണ്ടീൻ്റെ അടുത്തേക്ക് വരില്ലേ. നമുക്കിന്ന് വണ്ടീൻ്റെ അകത്ത് ഇരുന്ന് വെടിവെച്ചാൽ മതി. ഇവനെ കൊന്നുണ്ട്. വണ്ടി ഒന്ന് വെള്ളത്തിൽ ഇറക്കട്ടെ കേട്ടോ.
ഇല്ലെങ്കിലേ അവർ വണ്ടീൻ്റെ മേലേക്കൊക്കെ കയറും. വണ്ടിയിൽ നിന്ന് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ സെറ്റ്. വണ്ടി നനഞ്ഞുണ്ട്. ഇനി 1 മിനിറ്റും കൂടി കേട്ടോ, അതുവരെ നമ്മൾ പിടിച്ചിരുന്നാൽ മതി. 1 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോർമലാവുമെന്നാണ് ആ സയൻറ്റിസ്റ്റ് പറയണത്. എന്നാൽ നോർമലായില്ലേ ഗൈസ്. ലോസ് ആൻഡോസ് ഫുള്ള് പോയിന്ന് വേണമെങ്കിൽ പറയാൻ. അയ്യോ മൊത്തം പണിയാണ് ഗൈസ്. 1 മിനിറ്റ് കഴിഞ്ഞു, കുറച്ച് നേരം കൂടി ഉള്ളോട്ടാ. അവരിപ്പോൾ വിസയിലിപ്പോൾ വിടുന്നാണ് പറയണത്. അയ്യോ ടൈം ആറായിട്ട് അവരിപ്പോൾ വിട്ടുണ്ടാവും, എന്തോ ഒരു വിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. ഇവിടെ എത്താറായിട്ടുണ്ട്. ലൊക്കേഷനിൽ അവരങ്ങനെയാണ് ഇപ്പോൾ റേഡിയോയിൽ പറഞ്ഞേക്കണേ. എയർപോർട്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് എത്താറായിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ എത്താൻ അത്ര നേരം എടുക്കില്ല തോന്നുന്നു കേട്ടോ. എന്തോ ഗ്യാസ് ആകാശത്തിൽ ഫോം കണ്ടിട്ട് നമ്മുടെ കണ്ണൊക്കെ മഞ്ഞളിക്കുന്നുണ്ട്. അയ്യോ കയ്യിൽ സേഫ്റ്റി ഗണ്ണ് വയ്ക്കാട്ടാ. ഇവിടുത്തെ ഏരിയ ഒക്കെ മുഴുവൻ ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പം നോർമലായി. ഇവിടെ സോംബീസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ബസ് ഇത് വർക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണട്ടാ ഗൈസ്. ഗൈസ് ഇവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒറ്റ സോംബീസ് വരും. നിങ്ങൾക്ക് സൈഡിൽ നമ്മുടെ മാപ്പിൽ കാണാൻ പറ്റും. സാധാരണ സോംബീസ് വരുമ്പോൾ ഒരു അലേർട്ട് പോലെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതൊന്നും കാണാനില്ല. കണ്ടേ നമ്മുടെ പുറകെ നിറയെ സോംബീസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ പോയി ഗൈസ്. പിന്നെ നല്ല പവർ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രാങ്ക്ലിനും ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിനായിട്ടൊന്ന് മാറിയാലോ ഗൈസ്. എനിക്ക് പേടിയുണ്ട്. നമുക്ക് എന്തായാലും മാറി നോക്കാം. ഗൈസ് ഇപ്പം ഇന്ന് എന്താ ഇപ്പം നടന്നത് ഗൈസ്? സത്യം പറഞ്ഞാൽ നമ്മളെ സോംബി കടിച്ചു വിട്ടു. നമ്മൾ മറ്റുള്ള രക്ഷിക്കാൻ എന്നായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ തലേൻ്റെ സൈഡിലൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് കാണാം. അതായത് ആ പോയിസൺ ബ്രെയിനിൽ നിന്ന് എടുത്ത് കളയാനാണ് കേട്ടോ. അപ്പോൾ ഈ കാറ് ഇവിടെ ആയിട്ട് പോയിട്ടില്ലേ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒക്കെ നോർമലായിട്ടുണ്ട്. അറ്റത്തുനിന്ന് കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം അങ്ങനെ സോംബീസൊന്നും ഇല്ല. നമ്മുടെ ഫ്രാങ്ക്ലിൻ പഴയ പോലെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കാളും നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ ബൈ ബൈ.